അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പ്രിയദർശിനി എസ്റ്റേറ്റിനു സമീപം വെറും 47 വയസ്സ് മാത്രം പ്രായമുള്ള രാധ എന്നൊരു മധ്യവയസ്കയായ സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ തണ്ടർബോൾട്ട് എന്ന സേനാ വിഭാഗം കാട്ടിൽ കയറി കടുവകളെ ഉൾക്കാടുകളിലേക്ക് ഓടിച്ചു വിടാനുള്ള നടപടിയുമായി കാട്ടിൽ കയറി പരിശോധന നടത്തിയപ്പോൾ ഒരു കടുവ ചത്ത നിലയിൽ കാണപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ചത്ത നിലയിൽ കാണപ്പെട്ട കടുവയെ വിശദമായി പരിശോധിക്കുകയും ഡോക്ടറെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ കടുവ ചത്തത് മറ്റ് കടുവകളുമായിട്ടുള്ള കടിപിടിയിൽ സംഭവിച്ച മരണമാണ് എന്ന് വ്യക്തമായി. വിവരം പുറത്തറിഞ്ഞതോടുകൂടി മുൻ കേന്ദ്രമന്ത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സഹോദരന്റെ ഭാര്യ മേനകാ ഗാന്ധി അഥവാ മനേകാ ഗാന്ധി വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ കേരള ഗവൺമെന്റിനെയും കേരളത്തെയും ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിന് എപ്പോഴും ആനകളെ കൊല്ലണം, കടുവകളെ കൊല്ലണം, കാട്ടുപന്നികളെ കൊല്ലണം, അങ്ങനെ കൊന്ന് ആസ്വദിക്കുന്നവരാണ് കേരള ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ഒരു വിടുവായിത്വവും പറഞ്ഞു, ഒരു വിഡ്ഢിത്തരവും പറഞ്ഞു. ആള് വളർന്നു എന്ന് വിചാരിച്ച് ബുദ്ധി വളരണമെന്നില്ല. ആ ബുദ്ധിയില്ലായ്മയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് കടുവയെ കൊല്ലാൻ പാടില്ല, വന്യജീവികളെ കൊല്ലാൻ പാടില്ല, കടുവ എന്നത് ദേശീയ സമ്പത്താണ് എന്നാണ്. എങ്ങനെയാണ് കടുവ ദേശീയ സമ്പത്താവുക? കടുവയല്ല, ഒരു ജീവജാലങ്ങളും ദേശീയ സമ്പത്തല്ല, മനുഷ്യനൊഴികെ. ഏതൊരു രാജ്യത്തിന്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. ചൈനയെ പോലുള്ള ശത്രുക്കൾ തൊട്ടടുത്ത് കിടക്കുമ്പോഴും അവർ ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യം കാണിക്കാത്തത് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കൊന്നാലും കൊന്നാലും തീരാത്തത്ര ജനസംഖ്യ ഇവിടെയുണ്ട്. ഈ ജനസംഖ്യയെ നേരിടാനുള്ള ഭയം കൊണ്ടാണ് ചൈന പോലുള്ള രാജ്യം പോലും ഇന്ത്യക്ക് നേരെ ആക്രമണ പദ്ധതിയുമായി വരാത്തത്. മനേകാ ഗാന്ധി പറയുന്നത് കടുവ ദേശീയ സമ്പത്താണെന്നാണ്. കടുവ ഈ ദേശത്തിന് വേണ്ടി യാതൊരു സൽപ്രവൃത്തികളും ചെയ്യുന്നില്ല. ഇന്ന് ഭൂമിയുടെ മുകളിൽ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യജീവനാണ്. അല്ലാതെ കടുവകളോ മറ്റ് മൃഗങ്ങളോ ഒന്നും ഒരു രാജ്യത്തിനും സമ്പത്തല്ല, മുതൽക്കൂട്ടല്ല. അപ്പോൾ നിരന്തരം വിഡ്ഢിത്തരം വിളമ്പുന്ന ഒരു യന്ത്രമായി ഈ മനേകാ ഗാന്ധി അധംപതിച്ചിരിക്കുകയാണ്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തക എന്ന് പുലമ്പുകയും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള യാതൊരുവിധ നടപടികളും അവർ ഈ സ്ഥാനത്ത് വന്നിട്ട് ഇന്നേ വരെ ചെയ്തിട്ടില്ല. യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. വൈദ്യുതി വേലികൾ കൊടുക്കാറുണ്ട് സാധാരണ. നമ്മുടെ കേരളത്തിന്റെ വനമേഖലയിൽ പലയിടത്തും ആന ഇറങ്ങുന്നത് തടയാൻ വേണ്ടി വൈദ്യുതി വേലികൾ കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്കും രംഗത്ത് വരാത്ത വ്യക്തിയാണ് ഈ മനേകാ ഗാന്ധി. എപ്പോഴെങ്കിലും ഏതെങ്കിലും മൃഗം ചത്തു എന്ന് കേട്ടാൽ അവർ വലിയ വായിൽ സംസാരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ തന്നെ എല്ലാം ശരിയാക്കി കളയും, നിന്റെയൊക്കെ സുന്നത്ത് ഞാൻ കഴിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാക്കിട്ടടിച്ചു കൊണ്ടുവരും. കടുവയെ കൊല്ലാൻ വെടിവെച്ചിട്ടില്ല എന്ന് ദൗത്യ സംഘം തലവൻ തന്നെ വ്യക്തമാക്കുന്നു. എന്നിട്ടും അവർ കേരളം ഈ കടുവയെ കൊന്നത് തന്നെയാണ് എന്ന വാദം ഉന്നയിക്കുന്നു. അപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ എന്താണ് വഴി? ഇത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ മനേകാ ഗാന്ധി.
അവർ അതിന് പോംവഴി പറയുകയുമുണ്ടായി. വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി ജനങ്ങളെ കൊല്ലുന്നതിന് പരിഹാരം എന്ന നിലയ്ക്ക് അവർ പറഞ്ഞത് ജനങ്ങൾ നാട് വിട്ടൊഴിഞ്ഞു പോകണം എന്നാണ്. അത് മാത്രമേ ഉള്ളൂ ഏക പരിഹാരം എന്നാണ്. ഇവരൊക്കെ ഭക്ഷിക്കുന്നത് അരിയാഹാരമാണോ അതോ അമേദ്യാഹാരമാണോ എന്നാണ് എനിക്ക് ഇപ്പോൾ സംശയം. കാശിന് വിവരമില്ലാത്ത ഇത്തരക്കാരെ പിടിച്ച് ആണ് ഓരോ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇരുത്തിയിരിക്കുന്നത്. മന്ദബുദ്ധികളുടെ ഉസ്താദുമാർ. നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു, അതിനെ അവർ പറയുന്നത് മനുഷ്യൻ കാട് കയ്യേറുന്നു എന്നാണ്. മനുഷ്യൻ കാട് കയ്യേറുന്നു, അപ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നാണ് അവർ പറയുന്ന മുട്ടായുക്തി ന്യായം. അവരുടെ മറ്റൊരു ന്യായീകരണം കടുവയുടെ ആഹാരമായ കാട്ടുപന്നിയെ മനുഷ്യൻ കൊന്നുകളയുന്നു, അപ്പോൾ ആഹാരം കിട്ടാതെയാകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടുപന്നി എന്താ ഈ കാട്ടുപന്നിയെ മാത്രം ഭക്ഷിക്കുന്ന ജീവിയാണോ കടുവ? മറ്റ് പല ജീവികളെയും ഭക്ഷിക്കും, കാട്ടുപന്നിയെയും ഭക്ഷിക്കും. അപ്പോൾ ഇവർ പറയുന്ന ന്യായം അതാണ്. അതിന് ഏക പരിഹാരം മനുഷ്യൻ കാട് മേഖലയിൽ നിന്നും മനുഷ്യൻ കാടിറങ്ങണം. അല്ലാതെ മൃഗങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ കാട് പ്രദേശം വിട്ടു പോകണം. മനുഷ്യൻ ലക്ഷക്കണക്കിന് ഹെക്ടർ കാട് കയ്യേറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൽ തന്നെ 6 ലക്ഷം ഹെക്ടർ വനഭൂമി നശിപ്പിച്ചു എന്നാണ് ഈ മന്ദബുദ്ധിയായ പരിസ്ഥിതി പ്രവർത്തക പറയുന്നത്. മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, നിരവധി പേർ ചേർന്ന് കടുവയെ വളഞ്ഞാൽ കടുവ ആക്രമിക്കുന്നത് സ്വാഭാവികമാണ് എന്നാണ്. എന്നാൽ രാധയെ കടുവ ആക്രമിക്കുമ്പോൾ രാധ ഒറ്റയ്ക്കായിരുന്നു, പതിയിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. നിരവധി പേർ വളയുകയല്ല ചെയ്തത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക്, വന്യജീവി മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുന്ന ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. മണ്ടിയായ മനേക ഗാന്ധി ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഏത് രാജ്യത്തിൻ്റെയും സമ്പത്ത് ആ രാജ്യത്തെ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ കടുവയോ പോത്തോ ആനയൊന്നുമല്ല. വന്യമൃഗങ്ങൾക്ക് മനുഷ്യന് വേണ്ടിയോ രാജ്യത്തിനു വേണ്ടിയോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കുക. തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.